ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ടു ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാധാരണ ചോദിക്കാറുള്ളത് പോലെ അല്ലേ? സുഖം തന്നെയല്ലേ? നമുക്കെല്ലാം സുഖം തന്നെ സർ. ഓക്കെ, അത്രേ കേൾക്കണ്ടു. ഇംഗ്ലീഷ് ടു ട്രാക്ക് കൃത്യമായി കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, എനിക്ക് കമൻസൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ നമ്പറിലാണല്ലോ മിക്ക കമൻസും വരുന്നത്. കമൻറ്റ് ബോക്സിൽ തന്നെ അഭിപ്രായങ്ങൾ ഇടാലോ. എന്താണ്, ഇടാറുണ്ടെന്നോ? ഓക്കെ, നല്ല കാര്യം. ചിലവർ കൃത്യമായി കമൻസ് ഇടാറുണ്ട്, ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. വളരെ നല്ലത്. ഓക്കെ, ഇംഗ്ലീഷ് ടു ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിൽ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും സർ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ക്ലാസ്? സംശയമൊന്നും വേണ്ട, ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ, പ്രത്യേകിച്ച് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ തുടർ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ചിലവർ ചിന്തിക്കാൻ തുടങ്ങി, സർ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചല്ലോ. അതെ, ലഭിച്ചു. ഫ്ലുവൻ്റ് ആയില്ലേ? ആയല്ലേ? അപ്പോൾ ഫ്ലുവൻസി സൊല്യൂഷന് പുതിയ ക്ലാസ് വേണ്ടതാണോ? ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിൽ മുന്നോട്ട് വച്ചിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ചില ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ 2-3 ഭാഗങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്ലുവൻസി ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഫ്ലുവൻസി സൊല്യൂഷൻ്റെ പുതിയ ഡിവൈസ് അറിയണ്ട എന്നല്ലല്ലോ. അതും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ. മാത്രമല്ല, അത്തരം നിർദ്ദേശങ്ങളിൽ റീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അഥവാ ഹാബിറ്റ്, അതും ഇംഗ്ലീഷ് ഫ്ലുവൻസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. സർ, ആക്ച്വലി വാട്ട് ഈസ് ദ റോൾ ഓഫ് റീഡിംഗ് ഇൻ എൻഷുറിങ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നാണ്. അവർ ധരിച്ചു വെച്ചത് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ റീഡിംഗ് എന്ന കാര്യത്തെ സാറ് മറന്നുപോയി അല്ലെങ്കിൽ അവഗണിച്ചു എന്നതാണ്. ഒരിക്കലുമല്ല. ഭാഷ പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ കടന്നു വരുന്നതാണ് റീഡിംഗ് എന്നുള്ളത്. അത് ഫ്ലുവൻസി ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് റീഡിംഗ് എന്നത് 4 ബേസിക് ലാംഗ്വേജ് സ്കിൽസിൽ ഒന്നാണ്. ഏതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? LSRW: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. LSRW എന്തേ? LSRW കേട്ടിട്ടില്ലേ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, LSRW are the 4 basic language skills. Reading is one of them. Here, reading is taken as a process to ensure English fluency. സംശയമായി. സർ, റീഡിംഗ് എന്നത് പ്രോസസ്സാണോ സർ? അതൊരു ഹാബിറ്റല്ലേ, ഒരു റുട്ടീനല്ലേ?
തീർച്ചയായിട്ടും ഹാബിറ്റും ആണ്. എങ്ങനെ അത് വേർതിരിച്ചറിയുക? ഞാൻ സാധാരണ പറയും, there are two types of reading. One is reading as a process or reading process. Second one, reading habit. The വ്യത്യാസം, reading process is an activity that improves one's fluency skill. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ അത് പ്രൂവ് ചെയ്തു തരും. ഒരു പ്രോസസ്സ് എന്ന നിലയിൽ റീഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വായന എന്ന പ്രക്രിയ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഓട്ടോമാറ്റിക്കലി നേടാൻ കഴിയും. മറ്റൊന്ന് റീഡിങ് ഹാബിറ്റാണ്. എന്താ റീഡിങ് ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീഡിങ് ഹാബിറ്റ് ഈസ് എ റുട്ടീൻ, ROUTINE, റുട്ടീൻ, ദിനചര്യയാണ്, ഒരു പതിവാണ്, അതൊരു ഹാബിറ്റാണ് അല്ലേ? ഒരുപാട് അനുബന്ധമായ പുസ്തകങ്ങൾ വായിക്കുന്നത്, നല്ല നല്ല വായനക്കാരായി മാറുന്നത്, അവർ ചെയ്യുന്നത് അതൊരു ഹാബിറ്റ് എന്ന നിലയിലാണ്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോസസ് ഫോർ ദം, ഇറ്റ്സ് എ ഹാബിറ്റ്. അപ്പോൾ റീഡിങ് ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ റുട്ടീൻ ദാറ്റ് അപ്ഡേറ്റ്സ് കണ്ടംപററി നോളജ്. ആനുകാലികമായ കാര്യങ്ങൾ അത്തരം വായനക്കാരിൽ അപ്ഡേറ്റ് ചെയ്തു കൊടുക്കുന്നു. ബിസൈഡ്സ്, reading habit improves one's idea of life. വലിയ വലിയ ആൾക്കാരൊക്കെ, സാഹിത്യ നായകന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്താ? നല്ലൊരു വായനക്കാരനായി മാറുക, വായന നിങ്ങളെ വളർത്തും, ഒരുപാട് ജീവിത മൂല്യങ്ങൾ നേടിയെടുക്കാൻ വായന സഹായിക്കും. റീഡിങ് ഹാബിറ്റ് ഇംപ്രൂവ്സ് വൺസ് ഐഡിയ ഓഫ് ലൈഫ്, ദ വേ ഓർ വേസ് ഓഫ് ലൈഫ്. അതാണ് നമ്മുടെ ജീവിത രീതി തന്നെ മാറും നല്ല വായനക്കാരാണെങ്കിൽ. ഞാൻ ആ ഒരു ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് പോകുന്നില്ല. പുസ്തക വായനയിലൂടെ, ആനുകാലികങ്ങൾ വായിക്കുന്നതിലൂടെ ഒരുപാട്, ഇപ്പോൾ കഥകൾ, ചെറുകഥകൾ, നീണ്ട കഥകൾ, നോവലുകൾ, കവിതകൾ, ജീവചരിത്രങ്ങൾ, അതുപോലെ തന്നെ ആത്മകഥകൾ, യാത്രാ വിവരണങ്ങൾ, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് വായനയ്ക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ. അടുത്തുള്ള വായനശാലകളിലോ ഗ്രന്ഥാലയങ്ങളിലോ പോയി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നേടി ഒരു റെഗുലർ റീഡർ ആയി മാറും. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇപ്പോൾ സാന്ദർഭികമായി അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, സെക്കൻഡ് ടൈപ്പ് ഓഫ് റീഡിങ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് നമ്മുടെ ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടത്. കാരണം അതൊരു പ്രോസസ്സാണ്, റീഡിങ് പ്രോസസ്സ്. റീഡിങ് പ്രോസസ്സ് എന്നത് ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ദാറ്റ് ഇംപ്രൂവ്സ് വൺസ് ഫ്ലുവൻസി സ്കിൽ. സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ഒരു പ്രക്രിയ എന്ന നിലയിൽ വായന എങ്ങനെയാണ് നമ്മുടെ
ഫ്ലുവൻസിയെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്ലുവൻസിയെ ഉറപ്പ് നൽകുക. ആ സംശയം ഉള്ളവരാണ് ഉടനെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്നും ഇംഗ്ലീഷ് ഫ്ലുവൻസി തിയറി പാർട്ട് കണ്ട് മനസ്സിലാക്കി വരേണ്ടത്. ആ ഭാഗം കണ്ടവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങളിലൊന്ന് സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറി എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ബ്രെയിനും സ്പീച്ച് ഓർഗൻസും തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട് ബ്ലഡ് സർക്കുലേഷനിലൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ലൗഡ് റീഡിങ്ങിലൂടെ സംഭവിക്കുന്നത്, സൈലൻറ്റ് റീഡിങ്ങിലൂടെയല്ല. എന്തായാലും ഫ്രീക്വൻസി ഓഫ് റീഡിംഗ് എന്ന ഭാഗത്താണ് ഈ രൂപത്തിൽ കിട്ടുക. സൈലൻറ്റ് റീഡിംഗ് ഉണ്ട്, ക്വിക്ക് റീഡിംഗ് ഉണ്ട്, ഷോർട്ട് റീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റാപ്പിഡ് ഓർ സ്പീഡ് റീഡിംഗ് ഉണ്ട്. എന്തായാലും ഏത് രീതിയിലുള്ള വായനയായാലും ലൗഡ് റീഡിങ്ങിലൂടെയാണ്, ഉച്ചത്തിലുള്ള വായനയാണ് ഒരു പ്രോസസ്സായി, ഒരു പ്രക്രിയയായി നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസിനെ, ലിപ്സ് അല്ലേ, അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ്, ടങ്, അതുപോലെ തന്നെ ഇൻസൈഡ് സോഫ്റ്റ് പാലറ്റി, ഹാർഡ് പാലറ്റി, ഇതുപോലുള്ള സ്പീച്ച് ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും നാം ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി തീരുകയും ചെയ്യുന്നു. റീഡിംഗ് പ്രോസസ്സിന്, പ്രത്യേകിച്ച് ലൗഡ് റീഡിംഗ് പ്രോസസ്സിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ലൗഡ് റീഡിംഗ് പ്രോസസ് മെയിൻലി ഫോർ എൻഷുറിങ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താ? ലൗഡ് റീഡിംഗ് പ്രോസസ് ഇംപ്രൂവ്സ് വൺസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്ലുവൻസി by stimulating the logical connection between the brain and the speech organs, or by stimulating the speech organs. കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ്? മോട്ടോർ ആക്ടിവിറ്റി. കറക്റ്റാണ്. As a motor activity, loud reading process improves one's English fluency. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ അല്പസമയം ഇംഗ്ലീഷ് ഉറക്കെ വായിക്കാനൊരു ശ്രമം നടത്തുക. നമ്മുടെ ലക്ഷ്യം ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്തുക എന്നതാണ്. ഓക്കെ ആണല്ലോ? ഗുഡ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അഥവാ ഗുണം, റീഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലൗഡ് റീഡിംഗ് ഇംപ്രൂവ്സ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിംഗ്. നിങ്ങൾ ഉച്ചത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ, ഒരു പാരഗ്രാഫ് എടുക്കുക, എന്നിട്ട് ഉച്ചത്തിൽ വായിച്ച് ശീലിക്കുക. അങ്ങനെ ഒരു പ്രോസസ്സ് എന്ന നിലയിൽ തുടരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിംഗ്, സ്വാഭാവികമായ വായനാ വേഗത ഉറപ്പുവരുത്തും. ഞാൻ പറയുന്നത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമല്ലെന്ന് ഈ ഒരു ഉദാഹരണം കൊണ്ട് തെളിയിച്ചു തരാം. നിങ്ങളിൽ എത്ര പേർ റീഡിങ്ങിൽ നാച്ചുറൽ ഫ്ലോ ഉള്ളവരാണ്? എല്ലാവരും നാച്ചുറൽ ഫ്ലോ ഉള്ളവർ, സ്പീഡിൽ വായിക്കാൻ പറ്റും അല്ലേ? ശരി, അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ
ഈ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവരും ഒരുങ്ങിക്കോ. ഒരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ക്ലാസ് വീഡിയോ. അടുത്ത പാർട്ട് കാണുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ അംഗീകാരത്തിന് വിട്ടുതരുന്നത്. എന്താണ് സസ്പെൻസ്? ഓർമ്മിപ്പിക്കാം. ഞാൻ സ്ക്രീനിൽ ഏതാനും വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ എഴുതി കാണിക്കും. ആ വാക്കുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ അവസാനത്തെ, പറയാൻ പാടില്ല, ആദ്യത്തെ അവസാനത്തെയും അക്ഷരങ്ങൾ ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ വാക്കുകളുടെ അക്ഷരങ്ങൾ നോക്കുമ്പം ഡിസോർഡർലി പ്ലേസ്ഡ് ആണല്ലോ അക്ഷരങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെ വായിക്കാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. എന്നാൽ നിങ്ങൾക്ക് റീഡിങ്ങിൽ നാച്ചുറൽ ഫ്ലോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ എഴുതി കാണിക്കുന്ന നെക്സ്റ്റ് വീഡിയോയിൽ എഴുതി കാണിക്കുന്ന വാക്കുകളും വാചകങ്ങളും വളരെ വേഗതയിൽ വായിക്കും. ആത്മവിശ്വാസമുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ നെക്സ്റ്റ് ക്ലാസ് വീഡിയോ വരും. ഈ റീഡിങ്ങിൻ്റെ 2ാം ഭാഗം എന്ന രൂപത്തിലാണ് ആ വീഡിയോ നിങ്ങൾക്കായി തരുന്നത്. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ ഒരുപാട് സ്ട്രാറ്റജീസ്, ഡിവൈസസ്, ടെക്നിക്സ് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി റീഡിങ്ങിനെ എങ്ങനെ ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ ഉപയോഗിക്കാം എന്നതാണ് ഇതുവരെയുള്ള ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്. റീഡിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ഇതിനെ 2-3 ഭാഗങ്ങളാക്കി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യപ്രദം. അതുകൊണ്ട് റീഡിംഗ് ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ, എസ്പെഷ്യലി റീഡിംഗ് പ്രോസസ് ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന ഈ ഭാഗം, അടുത്ത ഭാഗം തുടർച്ചയായി ലഭിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും സാറിൻ്റെ ആശംസകളും നല്ലൊരു റീഡിംഗ് ഡേ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവരും അടുത്ത ക്ലാസ് കാണുന്നതിനായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും എന്ന വിശ്വാസത്തോടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.